ഈശോയുടെ നാമത്തിന് എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആത്മകഥ നവമാലിക, അധ്യായം 1. അന്നു വൈകുന്നേരം ലൂയിസായും സെലിനും ലെയോണിയും കത്തോലിക്ക സാമൂഹ്യ സമ്മേളനത്തിന് പോയിരുന്നു. കുഞ്ഞു ത്രേസ്യയെ അവർ കൊണ്ടുപോയില്ല. ആ സമ്മേളനത്തിന് പോകുവാൻ മാത്രം താൻ വളർന്നിട്ടില്ല എന്ന് അവൾക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്നു. സെലിൻ ചേച്ചിയുടെ കട്ടിലിൽ എന്നെ കിടത്തിയേച്ചാൽ മാത്രം മതി എന്നാണ് അവൾ പറഞ്ഞത്. പക്ഷെ ആരും അത് ചെയ്തില്ല. അവൾ ഒന്നും പറഞ്ഞതുമില്ല. കുഞ്ഞു വിളക്കും വെച്ചുകൊണ്ട് തനിയെ കാത്തിരുന്നു. 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ നല്ല ഉറക്കമായി. വേറൊരു ദിവസം അമ്മച്ചി വീണ്ടും ഇങ്ങനെ എഴുതി: സെലിനും ത്രേസ്യയും ഒരിക്കലും കൂട്ടുപിരിയുകയില്ല. ഇതിലധികം പരസ്പര സ്നേഹമുള്ള 2 കുഞ്ഞുങ്ങൾ എങ്ങും കാണുകയില്ല. ക്ലാസ് എടുക്കുവാൻ സെലിനെ കൊണ്ടുപോകാൻ മരിയ വന്നപ്പോൾ കൊച്ചുത്രേസ്യ നിസ്സഹായ സ്ഥിതിയിൽ കണ്ണീരൊഴുക്കാൻ തുടങ്ങും. കുഞ്ഞു കൂട്ടുകാരി പോയാൽ കഷ്ടം, പിന്നെ അവൾ എന്തു ചെയ്യും? മരിയ അനുകമ്പ തോന്നി അവളെയും കൊണ്ടുപോകും. പാവം കുഞ്ഞ് 2-3 മണിക്കൂർ ഒരു കസേരയിൽ ഇരുന്നു കൊള്ളും. നൂലിൽ കോർക്കാൻ കുറെ മുത്തുമണികളോ അഥവാ തയ്ക്കാൻ ഒരു തുണിക്കഷ്ണമോ അവൾക്ക് കൊടുത്തിരിക്കും. അനങ്ങുവാൻ അവൾ തുനിയുകയില്ല. ഇടയ്ക്കിടെ ദീർഘമായി നിശ്വസിക്കും. നൂല് സൂചിയിൽ നിന്ന് ഊരിപ്പോയാൽ അവൾ വീണ്ടും കോർക്കാൻ ശ്രമിക്കും. ശ്രമം ഫലിക്കാതെയും മരിയെ ശല്യപ്പെടുത്തുവാൻ തുനിയാതെയും അവൾ കുഴങ്ങുന്നത് കാണുക വിചിത്രം തന്നെ. അല്പം കഴിയുമ്പോൾ 2 മുഴുത്ത കണ്ണുനീർ കണങ്ങൾ കവിളിലൂടെ ഒഴുകുന്നത് കാണാം. മരിയ വേഗം ചെന്ന് അവളെ സമാശ്വസിപ്പിക്കും. നൂല് കോർത്തു കൊടുക്കും. അപ്പോൾ ആ സാധു കുഞ്ഞു മാലാഖ കണ്ണുനീരിനിടയിലൂടെ പുഞ്ചിരി തൂകും. സെലിൻ ചേച്ചിയെ കൂടാതെ ജീവിക്കുക പോലും സാധ്യമില്ലാതായിരിക്കുന്നുവെന്ന് ഞാൻ അനുസ്മരിക്കുന്നു. ഊണ് കഴിഞ്ഞ് ചേച്ചി എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഭക്ഷണം തീർന്നില്ലെങ്കിലും ചേച്ചിയോടൊന്നിച്ച് എഴുന്നേറ്റ് പോകാനാണ് ഞാൻ കൂടുതൽ താല്പര്യപ്പെട്ടിരുന്നത്. ഞാൻ എൻ്റെ വലിയ കസേരയിൽ തിരിഞ്ഞിരുന്ന് എന്നെ ഇറക്കിവിടാൻ പറയും. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് കളിക്കാൻ പോകും. ചില അവസരങ്ങളിൽ ഞങ്ങൾ കൊച്ചു പ്രിഫെക്റ്റിൻ്റെ കൂടെ പോയിരുന്നു. രമ്യമായ അവരുടെ പോക്കും ആ കുട്ടി ഞങ്ങളെ കാണിച്ചിരുന്ന ധാരാളം നല്ല കളിക്കോപ്പുകളുമെല്ലാം ആ പോക്കിന് വളരെ പ്രേരകമായിരുന്നു. എന്നാൽ മുഖ്യമായി സെലിൻ ചേച്ചിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഞാൻ അവിടെ പോയിരുന്നത്. എനിക്കാണെങ്കിൽ നമ്മളുടെ കൊച്ചു പൂന്തോട്ടത്തിൽ തന്നെ ചുവര് ചുരണ്ടിക്കൊണ്ട് നിൽക്കാനായിരുന്നു കൂടുതൽ താല്പര്യം. തിളങ്ങുന്ന ചെറിയ ലോഹശകലങ്ങളെല്ലാം തേടി പെറുക്കിയെടുത്ത് അപ്പച്ചന് കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു ഞങ്ങളുടെ വേല. അപ്പച്ചൻ സഗൗരവം അവയെല്ലാം വാങ്ങുകയും ചെയ്തിരുന്നു. തിരുക്കർമ്മങ്ങൾക്ക് പോകാൻ എനിക്ക് തീരെ പ്രായമില്ലാഞ്ഞതിനാൽ ഞായറാഴ്ചകളിൽ അമ്മച്ചി എന്നെയും വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ വളരെ അടങ്ങി ഒതുങ്ങിയാണ് ഇരുന്നിരുന്നത്. കുർബാനയുടെ സമയത്ത് പെരുവിരൽ കുത്തി മാത്രമാണ് ഞാൻ നടന്നിരുന്നത്. പടിവാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാലുടൻ അവർണ്ണനീയമായ ആഹ്ലാദമാണ് എന്നിൽ നിന്നും പുറപ്പെട്ടിരുന്നത്. ഒരു കപ്പേള എന്ന വണ്ണം അലങ്കൃതമായിരുന്ന എൻ്റെ കൊച്ചോമന ചേച്ചിയുടെ മുൻപിലേക്ക് ഞാൻ ഓടിച്ചെന്ന്, എൻ്റെ കുഞ്ഞു സെലിൻ ചേച്ചി, വാഴ്ത്തപ്പെട്ട അപ്പം എനിക്ക് വേഗം തരൂ എന്ന് പറയുമായിരുന്നു. ചിലപ്പോൾ പള്ളിയിലെത്താൻ വളരെ താമസിച്ചു പോകുന്നത് കൊണ്ട് ചേച്ചിയുടെ കയ്യിൽ അപ്പമില്ലായിരിക്കും. അപ്പോൾ എന്തു ചെയ്യും? അപ്പം കൂടാതെ എന്നെ തൃപ്തിപ്പെടുത്തുക സാധ്യമല്ല. എൻ്റെ കുർബാന അതായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് നിർണയിക്കുവാൻ താമസം വേണ്ടി വരികയില്ല. വാഴ്ത്തപ്പെട്ട അപ്പം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ചേച്ചി തന്നെ ഉണ്ടാക്കി തരിക. പറഞ്ഞത് ഉടൻ തന്നെ പ്രയോഗത്തിലായി. സെലിൻ ചേച്ചി ഒരു കസേര കൊണ്ടുവന്നിട്ട് അലമാരി തുറന്ന് അപ്പം എടുത്ത് ഒരു കഷ്ണം മുറിച്ചെടുക്കും. എന്നിട്ട് വളരെ ഭക്തിപൂർവ്വം അതിന്മേൽ ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലിയിട്ട് എനിക്ക് തരും. ഞാനത് വാങ്ങി കുരിശടയാളം വരച്ച ശേഷം വളരെ ഭക്തിയോടെ അത് ഭക്ഷിക്കും. വാഴ്ത്തപ്പെട്ട അപ്പത്തിൻ്റെ രുചി തന്നെ അതിനും ഉണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് സംഭാഷണം നടത്തിയിരുന്നു. അമ്മച്ചിയുടെ കത്തിൽ നിന്ന് അതിനും ഒരു ദൃഷ്ടാന്തം ഉദ്ധരിക്കാം. നമ്മുടെ ഓമന കുഞ്ഞുങ്ങൾ 2 സെലിനും ത്രേസ്യയും അനുഗ്രഹീതരായ മാലാഖ കുഞ്ഞുങ്ങളാണ്. അവരുടെ പ്രകൃതം തന്നെയും ദൈവദൂതന് സമാനമാണെന്ന് പറയാം. ത്രേസ്യ മരിയായുടെ സന്തോഷവും ആനന്ദവും മഹിമയുമാണ്. അവൾക്കതിൽ എത്രമാത്രം അഭിമാനമുണ്ടെന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായിരിക്കും.
കുഞ്ഞിന്റെ പ്രത്യുത്തരങ്ങൾ ചിലപ്പോൾ അവളുടെ പ്രായത്തിന് തികച്ചും അസാധാരണം തന്നെയാണ്. ഇരട്ടി പ്രായമുള്ള സെലിനെയും അതിശയിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം സെലിൻ അനീതിയോട് ചോദിച്ചു, ഇത്ര ചെറിയൊരു ഓസ്തിയിൽ അധിവസിക്കാൻ നല്ല ദൈവത്തിന് എങ്ങനെ സാധിക്കും എന്ന്. കുഞ്ഞ് മറുപടി നൽകി, അതിൽ അത്ര വിസ്മയിക്കാനൊന്നുമില്ലല്ലോ. കാരണം നമ്മുടെ ദൈവം സർവശക്തനല്ലേ. സർവശക്തൻ എന്ന് പറയുന്നതിന്റെ സാരം എന്താണ്? തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യാൻ കഴിവുണ്ട് എന്ന് തന്നെ. പാവകൾ കൊണ്ട് കളിക്കാനുള്ള പ്രായം തനിക്ക് കഴിഞ്ഞുപോയെന്ന് മനസ്സിലാക്കിയ ലിയോനി ചേച്ചി ഒരു ദിവസം ഒരു കൊട്ടയും കൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും അടുക്കൽ വന്നു. അത് നിറയെ ഉടുപ്പുകളും ഉടുപ്പ് തയ്ക്കുവാനുള്ള നല്ല തുണിത്തരങ്ങളും ഉണ്ടായിരുന്നു. അവയ്ക്കെല്ലാം മുകളിൽ ചേച്ചിയുടെ പാവയെ കിടത്തിയിരുന്നു. എൻ്റെ കുഞ്ഞനീത്തിമാരെ, ഇതെല്ലാം നിങ്ങൾക്കാണ്, ഇഷ്ടം പോലെ തിരഞ്ഞെടുത്തു കൊള്ളുവിനെന്ന് പറഞ്ഞു. സെലിൻ ചേച്ചി കൈനീട്ടി ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞു ചരട് കെട്ടെടുത്തു. ഞാൻ അല്പം ആലോചിച്ച് നിന്ന ശേഷം കൈനീട്ടി എനിക്ക് മുഴുവനും വേണം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഉപചാരമൊന്നും കൂടാതെ ആ കൊട്ടയെടുത്തു. അത് ന്യായമെന്ന് തന്നെയാണ് ആ രംഗം ദർശിച്ചിരുന്നവർക്കെല്ലാം തോന്നിയത്. സെലിൻ ചേച്ചി പോലും അതേക്കുറിച്ച് പരിഭവപ്പെടാൻ പോയില്ല. ചേച്ചിക്കാണെങ്കിൽ കളിക്കോപ്പുകൾക്കൊരു കുറവുമില്ലായിരുന്നു. ജ്ഞാനസ്നാന പിതാവിൽ നിന്ന് ധാരാളം സമ്മാനങ്ങൾ കിട്ടിയിരുന്നതിനും പുറമെ ചോദിച്ചതെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുവാൻ ലൂയിസായ്ക്ക് നല്ല സാമർഥ്യമുണ്ടായിരുന്നു. ബാല്യകാലത്തെ ഈ ചെറിയ സംഭവം എൻ്റെ ജീവിതം മുഴുവൻ്റെയും സംക്ഷേപമാണ്. അനന്തകാലങ്ങളിൽ എനിക്ക് പുണ്യപൂർണതയെക്കുറിച്ച് കൂടുതൽ ബോധമുണ്ടായപ്പോൾ ഒരു പുണ്യവതിയാകണമെങ്കിൽ വളരെയധികം സഹിക്കണമെന്നും ഏറ്റവും ഉത്തമമായത് തിരഞ്ഞെടുക്കണമെന്നും തന്നെത്താൻ വിസ്മരിക്കണമെന്നും ഞാൻ ഗ്രഹിച്ചു. പുണ്യപൂർണതയ്ക്ക് അനേകം പദവികളുണ്ടെന്നും നമ്മുടെ കർത്താവ് നൽകുന്ന പ്രചോദനങ്ങൾ അനുസരിച്ചുകൊണ്ട് അവിടത്തേക്ക് വേണ്ടി അല്പമോ അധികമോ നിർവഹിക്കുവാൻ, ചുരുക്കത്തിൽ അവിടുന്ന് ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളിൽ നിന്ന് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും എനിക്ക് ബോധ്യമായി. അപ്പോൾ ശിശുപ്രായത്തിൽ എന്ന പോലെ ഞാൻ ഉദ്ഘോഷിച്ചു, എൻ്റെ ദൈവമേ, എനിക്ക് മുഴുവനും വേണം. പകുതി പുണ്യവതിയാകുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങേ പ്രതി സഹിക്കേണ്ടി വരുമെന്നോർത്ത് ഞാൻ ആകുലതപ്പെടുന്നില്ല. ഒന്ന് മാത്രമേ ഞാൻ ഭയപ്പെടുന്നുള്ളൂ, സ്വാർത്ഥതയുടെ സംവരണം. അങ്ങത് എടുത്തുകൊള്ളുക. എനിക്ക് മുഴുവൻ പുണ്യവതിയാകണം. അതുതന്നെയാണല്ലോ അങ്ങയുടെയും ആഗ്രഹം. ആ വിഷയം അങ്ങനെ നിൽക്കട്ടെ. എൻ്റെ യൗവനകാല ചരിത്രത്തിലേക്ക് പ്രവേശിക്കാതെ 4 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു വികൃതിയെക്കുറിച്ചാണല്ലോ ഞാനിപ്പോൾ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ആ പ്രായത്തിൽ എനിക്കുണ്ടായ ഒരു സ്വപ്നം ഓർക്കുന്നു. എൻ്റെ മനസ്സിൽ അത് ആഴമായി പതിഞ്ഞു കിടക്കുകയാണ്. ഒരു രാത്രി ഞാൻ തനിയെ ഉദ്യാനത്തിൽ സഞ്ചരിക്കുന്നതായി എനിക്ക് തോന്നി. അവിടെ എത്തുന്നതിന് മുൻപ് കയറേണ്ട നടയുടെ ചുവട്ടിൽ ചെന്നപ്പോൾ ഞാൻ പേടിച്ചു നിന്നുപോയി. എൻ്റെ മുൻപിൽ മരച്ചുവട്ടിലെ ഇരിപ്പിടത്തിനടുത്ത് ഒരു കുമ്മായ വീപ്പയുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഭയങ്കര രൂപികളായ 2 കുട്ടിപ്പിശാചുകൾ. പാദങ്ങളിൽ ഇസ്തിരിപ്പെട്ടികളാണ് ധരിച്ചിരിക്കുന്നതെങ്കിലും വിസ്മയകരമായ മെയ്വഴക്കത്തോടെ നിന്ന് നൃത്തം ചെയ്തിരിക്കുന്നു. അവർ പെട്ടെന്ന് തങ്ങളുടെ തീ കണ്ണുകളെ എൻ്റെ നേർക്കയച്ചു. അതേസമയം എന്നേക്കാൾ അധികം ഭയചകിതരെന്നോണം അവർ വീപ്പയുടെ ചുവട്ടിലേക്ക് ചാടി നേരെ മുൻപിലുണ്ടായിരുന്ന അലക്കുമുറിയിൽ ഓടി ഒളിച്ചു. അത്ര അല്പം ധൈര്യമേ അവറ്റകൾക്കുള്ളല്ലോ എന്ന് കണ്ട് അവർ എന്ത് ചെയ്യുമെന്നറിയാൻ ഞാൻ ജനലിനേക്ക് അടുത്ത് ചെന്നു. നിസ്സഹായരായ ആ കുട്ടി പിശാചുകൾ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയുവാൻ എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ അവർ മേശപ്പുറത്തുകൂടെ ഓടുകയാണ്. ഇടയ്ക്കിടെ ജനലിനടുത്തേക്ക് വന്ന് ഞാൻ അവിടെ ഉണ്ടോ എന്ന് അസ്വസ്ഥഭാവത്തോടെ നോക്കും. എന്നെ അവിടെ എപ്പോഴും കണ്ടതിനാൽ നിരാശയെന്നോണം വീണ്ടും ഓട്ടം തുടങ്ങും. ഈ സ്വപ്നത്തിൽ അസാധാരണമായി യാതൊന്നുമില്ലായിരിക്കാം. എങ്കിലും ഞാനത് ഓർത്തിരിക്കാൻ നല്ല ദൈവം അനുവദിച്ചത് വരപ്രസാദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആത്മാവിന് പിശാചുകളെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്താനായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ കൺമുമ്പിൽ നിന്ന് ഓടിക്കളയുവാൻ വിരുതുള്ള ഭീരുക്കളാണല്ലോ അവർ. അമ്മച്ചിയുടെ കത്തുകളിൽ നിന്ന് ഒരു ഭാഗം കൂടി ഉദ്ധരിക്കേണ്ടിയിരിക്കുന്നു. സാധു കുഞ്ഞമ്മച്ചിക്ക് മുന്നറിവുണ്ടായിരുന്നു തൻ്റെ വിദേശവാസം അവസാനിക്കുകയാണെന്ന്. കുഞ്ഞുങ്ങൾ 2 പേരെയും കുറിച്ച് എനിക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല. രണ്ടും വളരെ നല്ലതാണ്. അവരുടെ സ്വഭാവ പ്രകൃതം തന്നെ അത്യന്തം ഉത്കൃഷ്ടമാണ്. തീർച്ചയായും അവർ ഉത്തമ നില പ്രാപിക്കും. മരിയയ്ക്കും നിനക്കും കൂടി
അവരെ നന്നായി വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. സെലിൻ നിസ്സാരമായ ഒരു കുറ്റം പോലും മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുകയില്ല. കുഞ്ഞും അതുപോലെ തന്നെ സുശീലയാണ്. സർവ്വസമ്പത്തും ലഭിക്കുമെന്നാൽ തന്നെയും അവൾ ഒരു നുണ പറയുകയില്ല. നിങ്ങൾ ആരിലും ഞാൻ കണ്ടിട്ടില്ലാത്ത ചൈതന്യ വിശേഷം അവളിലുണ്ട്. ഏതാനും ദിവസം മുമ്പ് അവൾ സെലിനും ലൂയിസായും ഒന്നിച്ച് പലചരക്ക് കടയിൽ പോയി. അവളുടെ സുഹൃത അഭ്യാസനങ്ങളെക്കുറിച്ചായിരുന്നു സംസാരമെല്ലാം. സെലിനുമായി നടത്തിയ ചർച്ചകൾ അത്യന്തം സജീവമായിരുന്നു. ലൂയിസായോട് കടക്കാരി ചോദിച്ചു, ഇവൾ തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഹൃത അഭ്യാസത്തെക്കുറിച്ച് സംസാരം മാത്രമേ കേൾക്കാനുള്ളല്ലോ എന്നതിൻ്റെ അർത്ഥം? മാഡം ഗോഷേറോങ് ജനലിലൂടെ തലയിട്ടുകൊണ്ട് ആ ചർച്ചകളുടെ എല്ലാം സാരം എന്തെന്ന് ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കൊച്ചോമന ഞങ്ങളെയെല്ലാം ആനന്ദിപ്പിക്കുന്നുണ്ട്. അവൾ നല്ല സുഹൃതിനിയായി വളർന്നു വരും. അതിൻ്റെ ലക്ഷണങ്ങൾ മുളയിൽ തന്നെ കാണുന്നുണ്ട്. നല്ല ദൈവത്തെക്കുറിച്ചല്ലാതെ അവൾക്ക് സംസാരമില്ല. എന്തെല്ലാമായിരുന്നാലും അവൾ പ്രാർത്ഥനകൾ മുടക്കുകയില്ല. അവൾ കൊച്ചു കഥകൾ പറയുന്നത് കാണാൻ നീയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ഇത്ര സരസമായ കഥാകഥനം ഞാൻ ഒരിക്കലും ഒരിടത്തും കണ്ടിട്ടില്ല. ഓരോ സന്ദർഭത്തിനും അനുയോജ്യമായ ഭാവഭേദങ്ങളും സ്വരവിശേഷവും അവൾക്ക് സ്വതസിദ്ധമാണ്. വിശിഷ്യ ആരോമൽ പൈതലെ ചൊൽക, ദൈവം ആനന്ദിക്കും വാസമെങ്ങ് എന്ന ഗാനം ആലപിക്കുമ്പോഴാണ് ആ ചാതുര്യം പരമാവധി പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങങ്ങ് നീലാംബരത്തിൽ നിത്യം അങ്ങുന്നു വാഴുന്നു ഭാഗ്യം എന്ന ഭാഗം വരുമ്പോൾ സാക്ഷാൽ മാലാഖയ്ക്കടുത്ത ഭാവവിശേഷത്തോടെ അവൾ ആകാശത്തേക്ക് നോക്കും. എത്ര പ്രാവശ്യം ആവർത്തിക്കാൻ പറഞ്ഞാലും അവൾക്കതിൽ മടുപ്പ് തോന്നുകയില്ല. ഓരോ പ്രാവശ്യവും ആസ്വാദ്യത വർദ്ധിപ്പിക്കുകയുള്ളൂ. ആരുടെയും കരൾ കവരുന്ന ആ മുഖഭാവത്തിൽ സാക്ഷാൽ സ്വർഗീയമായി എന്തോ ഉണ്ട്. ഹാ എൻ്റെ അമ്മേ, ആ പ്രായത്തിൽ എനിക്ക് എന്ത് സന്തോഷമായിരുന്നു. അന്നേ ഞാൻ ആരംഭിച്ച ജീവിതം ആസ്വദിക്കുവാൻ പുണ്യം എനിക്ക് ആകർഷകമായിരുന്നു. ഇപ്പോഴെനിക്ക് സ്വായത്തമാക്കിയിരിക്കുന്ന തഴക്കം അന്നെനിക്കുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതായത് എൻ്റെ എല്ലാ പ്രവൃത്തികളിലും അനിതര സാധാരണമായ ആത്മസംയമനം അന്നേ എനിക്കുണ്ടായിരുന്നു. ഹാ, അരുണഭാങ്കിതമായിരുന്ന ആ ശൈശവകാലം എത്ര വേഗം കടന്നുപോയി. എത്ര മാധുര്യപൂർണമായ സ്മാരക മുദ്രകളാണ് എൻ്റെ ആത്മാവിൽ അത് പതിപ്പിച്ചിട്ടുള്ളത്. അപ്പച്ചൻ നമ്മെ മണ്ഡപത്തിൽ കൊണ്ടുപോയ ദിവസങ്ങളുടെ ആഹ്ലാദം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതിൻ്റെ ഏറ്റവും ലഘുവായ വിശുദ്ധാംശങ്ങൾ പോലും എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ട്. ഞായറാഴ്ചകളിലെ സവാരികളുടെ സ്മരണയാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത്. അന്ന് അമ്മച്ചിയും സദാ നമ്മെ അനുഗമിച്ചിരുന്നല്ലോ. ധാന്യങ്ങൾ നിറഞ്ഞ വയലിലൂടെയും നീലപ്പൂക്കളുടെയും വയൽ പുഷ്പങ്ങളുടെയുമെല്ലാം കാഴ്ചയിൽ നിന്ന് അന്ന് എന്നിൽ ഉദിച്ച കാവ്യാത്മക ചിന്തകൾ ഇന്നും സജീവമായി നിലനിൽക്കുന്നു. വിസ്തീർണമായ വിശ്വദൃശ്യങ്ങൾ അന്നും എനിക്കിഷ്ടമായിരുന്നു. ദിഗന്ധങ്ങളുടെ മേൽപ്പരപ്പും ശാഖാഗ്രങ്ങൾ നിലം കുത്തി നിന്നിരുന്ന വൃക്ഷരാക്ഷസന്മാരും അന്നെൻ്റെ ഹൃദയത്തിൽ ഉളവാക്കിയിരുന്ന അനുഭൂതി വിശേഷം ഇന്നും പ്രപഞ്ച ദർശനത്തിൽ നിന്ന് എനിക്ക് സിദ്ധിക്കുന്നത് സദൃശ്യമായിരുന്നു. ആ ദീർഘ സവാരികൾക്കിടയിൽ സാധുക്കളെ കണ്ടുമുട്ടിയപ്പോഴെല്ലാം അവർക്ക് ഭിക്ഷ കൊണ്ടുപോയി കൊടുക്കുവാൻ നിയുക്തയായിരുന്നത് കൊച്ചുത്രേസ്യ ആയിരുന്നു. അവൾക്കത് വലിയ സന്തോഷവുമായിരുന്നു. എന്നാൽ വളരെ ദൂരം നടക്കുന്നത് കൊച്ചുറാണിക്ക് പ്രയാസമാണെന്ന് കരുതി അപ്പച്ചൻ പലപ്പോഴും അവളെയും കൊണ്ട് മറ്റുള്ളവർക്ക് മുൻപേ വേഗം വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു. അതവൾക്ക് ഒട്ടും തന്നെ തൃപ്തികരമല്ലായിരുന്നു. തന്നിമിത്തം അവളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി സെലിൻ ചേച്ചി തൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കൊട്ട നിറയെ ഡെയ്സി പൂക്കൾ ശേഖരിച്ച് അവൾക്ക് കൊണ്ടുവന്നു കൊടുത്തിരുന്നു. ശ്രദ്ധാലുവായിരുന്ന വല്യമ്മച്ചി കുഞ്ഞു മകൾക്ക് അത്രമാത്രം പൂക്കൾ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവരുടെ മാതൃസ്വരൂപം അലങ്കരിക്കുവാൻ അതിലൊരു നല്ല ഭാഗം എടുത്തുകൊണ്ടു പോയിരുന്നു. കൊച്ചുത്രേസ്യയ്ക്ക് അതത്ര സമ്മതമല്ലായിരുന്നെങ്കിലും എതിരൊന്നും പറയാതിരിക്കാൻ നല്ല കരുതലുണ്ടായിരുന്നു. സ്വന്തം സാധനങ്ങൾ വല്ലവരും എടുത്തുകൊണ്ടു പോകുന്നതിനെ കുറിച്ചോ അന്യായമായി കുറ്റം ആരോപിക്കുന്നതിനെ കുറിച്ചോ ഒരിക്കൽ പോലും പരാതിപ്പെടാതിരിക്കാൻ നല്ലവണ്ണം ശീലമുണ്ടായിരുന്നതിനാൽ സ്വയം നീതീകരിക്കാതെ മൗനം അവലംബിക്കുവാൻ അവൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു. അവളുടെ ജന്മസിദ്ധമായ സ്വഭാവവിശേഷം മാത്രമായിരുന്നതിനാൽ പ്രശംസാർഹമായ അതിലൊന്നുമില്ലായിരുന്നു. നിർഭാഗ്യവശാൽ ആ നല്ല മനസ്ഥിതി അധികം നീണ്ടു നിന്നില്ല. ലോകം മുഴുവനും വാസ്തവത്തിൽ എന്നെ നോക്കി പുഞ്ചിരി തൂവുകയായിരുന്നു. പോകുന്ന വഴിയിലെല്ലാം ഞാൻ പൂക്കൾ കണ്ടു. പ്രസന്നമായ എൻ്റെ പ്രകൃതവും ജീവിതത്തെ
സുഖകരമാക്കാൻ സഹായകമായിരുന്നു. എന്നാൽ എൻ്റെ ആത്മാവ് ഒരു പുതിയ ഘട്ടം ആരംഭിക്കാൻ പോവുകയായിരുന്നു. അതിവേഗം യേശുവിന് സമർപ്പിക്കപ്പെടുവാൻ വേണ്ടി ക്ലേശങ്ങളാകുന്ന മൂശയിലൂടെ കടന്നു പോവുകയും ശൈശവം മുതൽക്കേ സഹനം അനുഭവിക്കുകയും ചെയ്യേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നു. വസന്തകാല കുസുമങ്ങൾ മഞ്ഞിൽ നിന്നും മുളയെടുക്കുകയും സൂര്യൻ്റെ ആദ്യ രശ്മികൾ കൊണ്ട് വികസിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ഈ സ്മരണകൾ എഴുതുന്ന ചെറുപുഷ്പവും കഷ്ടതകൾ എന്ന ഹേമന്തത്തിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. ഈശോയുടെ നാമത്തിന് എന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൊച്ചു ത്രേസ്യായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.